ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമെങ്ങൾ കേകിടേണം ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ശബരിമല തീർത്ഥാടനത്തിലെ പ്രധാനപ്പെട്ട ആചാരങ്ങളിലൊന്നാണ് എരുമേലി പേട്ടതുള്ളൽ. ഭഗവാൻ അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിക്കാൻ ഒരുങ്ങിയുള്ള പുറപ്പാടിനെ അനുസ്മരിച്ചാണ് പേട്ടകെട്ടൽ. മഹിഷിയെ നിഗ്രഹിച്ചതിന്റെ വിജയാഘോഷ യാത്രയാണ് പേട്ടതുള്ളൽ. ഭക്തർ ശരീരത്തിലാകെ നിറങ്ങൾ പൂശി കിരീടവും മറ്റും ധരിച്ച് അയ്യപ്പ തിന്തകത്വവും സ്വാമി തിന്തകത്വവും എന്ന വൈത്താരികളുമായാണ് പേട്ടതുള്ളൽ. മഹിഷി നിഗ്രഹത്തിന് അയ്യപ്പന് കൂട്ടായി വാവരുമുണ്ടായിരുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് എരുമേലിയുള്ള വാവർ പള്ളിയിൽ ദർശനം നടത്തിയ ശേഷമാണ് ഭക്തർ പേട്ട കെട്ടുന്നത്. സ്വാമിയെ കുടിയിരുത്തിയ എരുമേലിയിൽ ഞങ്ങൾ പേട്ട തുള്ളി മനസ്സ് നിറയ ഭക്തി നുകർന്നു. മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ ദേശക്കാരുടെ പേട്ടതുള്ളലാണ് ആദ്യം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഭഗവാന്റെ സാന്നിധ്യമായി ശ്രീകൃഷ്ണപെരുന്ത് ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നതോടെയാണ് പേട്ട കൊച്ചമ്പലത്തിൽ നിന്നും പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. ആഗമനം ശരണമയ്യപ്പ കൃഷ്ണ പരുന്തിന്റെ ആഗമനം ശരണമയ്യ. ആലുവ മണപ്പുറത്തെ മഹാദേവന്റെ ക്ഷേത്ര സന്നിധിയിൽ നിന്നും അയ്യപ്പസ്വാമിയുടെ ചൈതന്യം ആവാഹിച്ച ഗോളകയും കൊടിയുമായി പിതൃസ്ഥാനീയരായ ആലങ്ങാട്ട് ദേശക്കാരുടെ പേട്ടതുള്ളലാണ് രണ്ടാമത് നടക്കുന്നത്. ഹരിഹര സുരനായി പിറന്ന സ്വാമി അയ്യപ്പ സ്വാമിയേ. എരുമേലി പട്ടണത്തിന് ആ പേര് കിട്ടിയത് തന്നെ മഹിഷി നിഗ്രഹവുമായി ബന്ധപ്പെട്ടാണെന്ന് പറയപ്പെടുന്നു. ക്രൂരതയുടെ പര്യായമായിരുന്ന മഹിഷിയെ വധിക്കുകയെന്ന ഉദ്ദേശത്തോടെയാണ് അയ്യപ്പന്റെ അവതാരമെന്നാണ് വിശ്വാസം. ഹരിയെ മോഹിച്ചു ശങ്കരൻ ഹരിഹരസുതനായി പിറന്ന സ്വാമി അയ്യപ്പ സ്വാമി. അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിച്ച സ്ഥലം എന്ന അർത്ഥത്തിൽ എരുമക്കൊല്ലി ആണോ പിന്നീട് ലോപിച്ച് എരുമേലിയായത് എന്ന് പറയുന്നു.